السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين والذين اتبعوهم بإحسان إلى يوم الدين أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ ഉംറയുടെ പ്രാധാന്യം, ഇഹ്റാമിൻ്റെ അഹ്കാമുകൾ, വിധികൾ എന്ന വിഷയത്തിൽ ഒരല്പം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഉംറ എന്നതിൻ്റെ ഭാഷാർത്ഥം അത് സന്ദർശനം എന്നതാണ്. ഇത് സാധാരണ സന്ദർശനം എന്നല്ല, അത് അള്ളാഹുവിൻ്റെ കാബാലയം സന്ദർശിക്കുക എന്ന വിശുദ്ധമായ ആരാധനയാണ്, ഇബാദത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സംപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ് ഉംറ. വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തീകരിക്കുക. അള്ളാഹു ഹജ്ജിൻ്റെ കൂടെ ഉംറയെയും കൂട്ടിച്ചേർത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാകാം അതിൻ്റെ പ്രാധാന്യം. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാൻ നിശ്ചയിച്ച ആദ്യഭവനമായ കാബാലയം ഉദ്ദേശിച്ചുകൊണ്ട് ഉംറ തീർത്ഥാടനം നടത്താൻ വേണ്ടി വിശ്വാസികൾ അങ്ങോട്ട് ചെല്ലുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പൂർണ്ണമായും ഹൃദയ സാന്നിധ്യത്തോടെ, വിശ്വാസശുദ്ധിയോടെ ഇബാദത്ത് ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് ഇതിലൂടെ പുനർജീവിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അത് ഏറ്റവും ഇഷ്ടകരമായ, അള്ളാഹുവിന് ഇഷ്ടകരമായ ഇബാദത്തായി പ്രഖ്യാപിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറ ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമ. ഒരു ഉംറയും നിന്ന് മറ്റൊരു ഉംറ വരെയുള്ള ചെറിയ പാപങ്ങൾക്ക് ആ ഉംറ പ്രായശ്ചിത്തമാകുന്നു. അതുപോലെ തന്നെ ഉംറ ചെയ്യാൻ പുറപ്പെടുന്ന യാത്രാർത്ഥികൾ, അവർ അള്ളാഹുവിൻ്റെ വഫ്ദുകളാണ്, അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അവർ ചോദിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ ഉംറ റമദാൻ പോലെയുള്ള പ്രത്യേക കാലങ്ങളിൽ നിർവഹിക്കുക എന്നത് അത് ഇരട്ടിപ്പിക്കുന്നു അതിൻ്റെ പ്രതിഫലത്തെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലം റമദാനിൽ ചെയ്യുന്ന ഉംറയ്ക്ക് ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉംറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒരു ഉംറയ്ക്ക് പിന്നാലെ മറ്റൊരു ഉംറയും ചെയ്തുകൊണ്ടേയിരിക്കണം, അപ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഉംറയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു വ്യക്തി കാബാലയം ചെന്ന്, അവിടെ കാബാലയത്തിലേക്ക് ചെന്ന് അവിടെ തവാഫ് ചെയ്യുമ്പോൾ അവൻ്റെ ഒരു പാപം അത് ഇല്ലാതാക്കപ്പെടുകയും അവന് ഒരു പുണ്യം ഓരോ തവാഫിനും അവനെ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇഹ്റാമിൻ്റെ നിയമങ്ങൾ. ഇഹ്റാം എന്നത് അത് ഒരു പവിത്രമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുക എന്നതാണ്. അതായത് അതിനു മുമ്പ് നിഷിദ്ധമാക്കപ്പെട്ട, അതിനു മുമ്പ് അനുവദിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കപ്പെടുന്നു. അതായത് തുന്നിയ വസ്ത്രങ്ങൾ അതിനു മുമ്പ് അനുവദനീയമായിരുന്നു. അത് പ്രവേശനത്തോടു കൂടി പുരുഷന്മാർക്ക് അത് നിഷിദ്ധമാക്കപ്പെടുന്നു. രണ്ട് മുണ്ടുകളാണ്, അതായത് മേൽവസ്ത്രവും കീഴ്വസ്ത്രവും, രണ്ട് വസ്ത്രങ്ങളാണ് ഒരു മുഹരിമിന് ധരിക്കാൻ അനുവദിക്കപ്പെടുക. അതുപോലെ തന്നെ തുന്നിയ യാതൊരു വസ്ത്രങ്ങളും, അത് അടിവസ്ത്രമാകട്ടെ അല്ലെങ്കിൽ സോക്സ്, മറ്റു കാര്യങ്ങളും അത് അനുവദനീയമല്ല. അപ്പോൾ അവർ തലയിൽ തൊപ്പി ധരിക്കുകയോ തലയിൽ വസ്ത്രമിടുകയോ
പാടില്ല. അവർക്ക് സുഗന്ധം എഹ്റാമിന് ശേഷം അവർക്ക് അനുവദിക്കപ്പെടുകയില്ല. എഹ്റാമിന് മുമ്പായി കൊണ്ട് ശരീരത്തിൽ അവർ പുരട്ടുന്ന, തലയിൽ പുരട്ടുന്ന സുഗന്ധത്തിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ എഹ്റാമിന് പ്രവേശിച്ച ശേഷം അവർക്ക് അത് അനുവദിക്കപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എഹ്റാമിൽ പ്രവേശിച്ച ശേഷം വേട്ടയാടുകയോ അതുപോലെ തന്നെ നഖം മുറിക്കുകയോ മുടി മുറിക്കുകയോ അതല്ലെങ്കിൽ തല മൊട്ട ചെയ്യുകയോ അങ്ങനെ തലമുണ്ടനം ചെയ്യുന്ന യാതൊരു രൂപത്തിലുള്ള ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വിവാഹ ആലോചന നടത്തുകയോ അതുപോലെ തന്നെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനം, അതുപോലുള്ള പ്രവർത്തനം അത് അനുവദിക്കപ്പെടുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതൊക്കെയാണ്. സ്ത്രീകളുടെ കാര്യത്തിലാകട്ടെ അവർക്ക് എല്ലാ വസ്ത്രവും, അതായത് ഭംഗി പ്രദർശിപ്പിക്കാത്ത ഏത് വസ്ത്രവും അവർക്ക് അനുവദനീയമാണ്. അവർക്ക് സാധാരണ വസ്ത്രം ധരിച്ചാലും വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ എഹ്റാമിൽ അവർക്ക് പാടില്ലാത്തത്, അവർക്ക് നിഖാബ് അതുപോലെ കൈഉറ ധരിക്കാൻ പാടില്ല എന്നത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് ഇതുപോലുള്ള ഇബാദത്തുകളിൽ നമ്മൾ കൊണ്ട് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ്. വസല്ലല്ലാഹു അലൈഹി നബിന മുഹമ്മദ്.